ഇന്നത്തെ വീഡിയോയിൽ കുറച്ചൊരു പ്രീമിയം റേഞ്ചിൽ വരുന്ന പാകിസ്ഥാനി കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം തന്നെ പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. അത്യാവശ്യം ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പാകിസ്ഥാനി മെറ്റീരിയൽസാണ്. എല്ലാം തന്നെ നല്ല കളേഴ്സിൽ നല്ല പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചാണ്. അതേപോലെ തന്നെ ബക്രീദിന് ഇനി ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിലും പറ്റിയിട്ടുള്ള നല്ല പാകിസ്ഥാനീസാണ്. ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ റീസ്റ്റോക്ക് ചെയ്ത പീസാണ്. ഒരുപാട് എൻക്വയറി വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസും ഉണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തേത് ഒരു ലൈറ്റ് റോസ് കളറിൽ, ഒരു ബേബി പിങ്ക് കളറിൽ. ഇതിൻ്റെ തന്നെ ഒരു പിസ്ത ഗ്രീന് ഞാൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷേ റീസ്റ്റോക്ക് ചെയ്യാൻ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് അതേ സെയിം പ്രിൻ്റ് തന്നെ, അതിൻ്റെ കളർ ചേഞ്ച്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. യോക്ക് ഭാഗം അങ്ങനെ പ്ലെയിനായിട്ട് അവിടെ പാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. താഴ്ഭാഗത്തേക്ക് അങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ വരും. ഇത് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ. സ്ലീവിൻ്റെ എൻഡിൽ ആ സെയിം ഫ്ലോറൽ ഡിസൈന്. ഇത് ഇതിൻ്റെ ബാക്ക് പോർഷൻ. ഒരു വൈറ്റ് കളറ് പ്രിൻറ്റും ഫ്ലോറൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സ്ലീവിൻ്റെ പോർഷൻ, സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തെ പ്രിൻറ്റ്. ഇതാണ് ഫ്രണ്ടിൽ യോക്ക് ഭാഗത്ത് കൊടുക്കാനുള്ള പാച്ച് വരുന്നത്. ഓർഗാൻസ മെറ്റീരിയൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് ആ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്ലീവിൻ്റെ എൻഡിലേക്കോ ഫ്രണ്ട് പോർഷനിൽ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ താഴ്ഭാഗത്തേക്കൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ്. ബോട്ടം വരുന്നത് പ്ലെയിൻ ബേബി പിങ്ക് കളറിൽ പ്ലെയിൻ ബോട്ടം. ഇത് ഇതിൻ്റെ ദുപ്പട്ട. ഇത് ഷിഫോൺ ദുപ്പട്ടയാണ്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന, നല്ല കുഴഞ്ഞെടുക്കുന്ന ദുപ്പട്ട. ഇതിൽ ആ സ്ലീവിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ള പ്രിൻറ്റും വന്നിട്ടുണ്ട്. അതേപോലെ ടോപ്പിൽ വന്നിട്ടുള്ള ആ ഫ്ലോറൽ പ്രിൻറ്റും വന്നിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ കോട്ടൺ ദുപ്പട്ട അവൈലബിൾ ആണ്. അതും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കോട്ടൺ ദുപ്പട്ട. അതേ പ്രിൻറ്റിൽ, പക്ഷേ മെറ്റീരിയൽ കോട്ടൺ. സെയിം പ്രിൻറ്റ്, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. പ്രിൻറ്റിലൊന്നും ഒരു മാറ്റമില്ല. ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് വരുന്നത്. ഇത് നിങ്ങൾ പാകിസ്ഥാനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസിൽ സ്റ്റിച്ച് ചെയ്യുക. ഭയങ്കര ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാതെ സ്ലീവൊക്കെ കുറച്ച് ലൂസിൽ സ്റ്റിച്ച് ചെയ്യുക. പാകിസ്ഥാനി അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി. ഇനി അടുത്ത സെറ്റ് വരുന്നത്, ഇത് കറക്റ്റ് ഒരു പിസ്ത ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള സെറ്റ്, കുറച്ചൊരു ബ്രൈറ്റ് കളർ. ഇതിൻ്റെ ടോപ്പും ബോട്ടമൊക്കെ വരുന്നത് പിസ്ത ഗ്രീൻ കളറ്. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന പ്രിൻറ്റ്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ പ്രിൻ്റ് തന്നെ വന്നിട്ടുള്ളത്. ഇത് ഇതിന് അറ്റാച്ച് ചെയ്യാനുള്ള പാച്ചസ് ആണ്. യോക്ക് ഭാഗത്തും ഉണ്ട്. പിന്നെ ഇത് ടോപ്പിൻ്റെ എൻഡിലേക്കായിട്ട് കൊടുക്കുക. ഇത് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലേക്ക് കൊടുക്കുക. ഒക്കെ ഒരു ഓർഗാൻസ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ലേസ് പോലത്തെ പാച്ചസ്. താഴ്ഭാഗത്തേക്ക് ഇത് എത്രയേ വരുന്നുള്ളൂ. ഒരു വൈറ്റ് കളർ പ്രിൻറ്റും ഒരു ബ്ലാക്ക് ബോർഡറും വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലേക്കും ആ ബ്ലാക്ക് ബോർഡറാണുള്ളത്. ഇത് പ്ലെയിൻ ബോട്ടം, കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ബോട്ടത്തിൻ്റെ പീസ്. പ്ലെയിൻ ആ പിസ്ത കളറ്. ഇത് ഇതിൻ്റെ ബാക്ക് പോർഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടും ബാക്കും ഒരേപോലത്തെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. താഴ്ഭാഗം അങ്ങനെ. ഇത് ഇതിൻ്റെ ദുപ്പട്ട. ഇതിൻ്റെ ദുപ്പട്ട അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു പിസ്ത ഗ്രീൻ ബോർഡറൊക്കെ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. നല്ല ഭംഗിയുള്ള ദുപ്പട്ട.
കണ്ടോ പിസ്ത ഗ്രീൻ ബോർഡറൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. ഷിഫോൺ ദുപ്പട്ട. ഇനി ഇതിൻ്റെ തന്നെ കോട്ടൺ ദുപ്പട്ടയുടെ സെറ്റും വന്നിട്ടുണ്ട്. ഇതാണ് കോട്ടൺ ദുപ്പട്ട വരുന്നത്. ടോപ്പിൻ്റെ ഒക്കെ പ്രിൻറ്റ് സെയിം ആണ്, ഒരു മാറ്റമില്ല. ദുപ്പട്ട മാത്രം പ്രിൻറ്റിലൊന്നും ഒരു മാറ്റമില്ല. കോട്ടൺ മെറ്റീരിയൽ ആണെന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. ഷിഫോൺ പോലെ തന്നെ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. സെയിം കോമ്പിനേഷൻ അല്ലേ, പിസ്ത ഗ്രീന് ബോർഡറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഷിഫോൺ വേണ്ടവരാണെങ്കിൽ ഷിഫോൺ ചോദിക്കുക, കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ദുപ്പട്ടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇനി അടുത്തത് ഇത് ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ്. ഞാൻ കുറച്ച് മുൻപ് റംലാൻ സമയത്ത് കൊണ്ടുവന്നിരുന്നു, എന്നിട്ടിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ്. ഇതിൻ്റെയും ഷിഫോൺ ദുപ്പട്ടയുടെ സെറ്റും ഉണ്ട്, കോട്ടൺ ദുപ്പട്ട വരുന്നതും. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അന്ന് ഒരുപാട് എൻക്വയറി വന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ മറ്റേ ഇതിൻ്റെ മുൻപായിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ഇത് ഫ്രണ്ടിൽ യോക്ക് ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള പാച്ചാണ്. അത് ഈ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്ലീവിൻ്റെ എൻഡിലേക്കോ ഫ്രണ്ടിൽ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് ആ ഒരു മൾട്ടി കളർ ബോർഡർ വരുന്നുണ്ട്. ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കും അതേപോലത്തെ ബോർഡർ. ടോപ്പിൻ്റെ താഴ്ഭാഗം ഇതേപോലെ വരും. ഇത് ബാക്ക് പോർഷൻ. ബാക്ക് പോർഷനിൽ കുറച്ച് വലിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻറ്റും ആ ഒരു മൾട്ടി കളർ ബോർഡറും. ഇത് സ്ലീവിൻ്റെ പോർഷൻ. പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം, കോട്ടൻ്റെ പീസ്. ഇത് ഇതിൻ്റെ ദുപ്പട്ട. ഇത് ഷിഫോൺ ദുപ്പട്ടയാണ്. ആ ഒരു ബോർഡറിൽ വന്നിട്ടുള്ള ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. ഒരു മസ്റ്റർഡ് യെല്ലോ കളറിൽ ബ്ലൂ പിങ്ക് ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇത് ഇതിൻ്റെ തന്നെ കോട്ടൺ ദുപ്പട്ട. സെയിം പ്രിൻറ്റിൽ കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ. ഈ ഒരു കളർ തന്നെ നേരിട്ട് കാണുമ്പോഴും ഉണ്ട്. വീഡിയോയിൽ ബ്രൈറ്റായിട്ട് തോന്നുന്നതല്ല, നേരിട്ട് നല്ല ബ്രൈറ്റാണ് ഈ കളേഴ്സൊക്കെ. ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്തത് ബ്ലാക്കിൽ വരുന്നൊരു സെറ്റ്. ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷനിൽ. ഇതിൽ വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ടയാണ്. ഇതിൽ ഷിഫോൺ ദുപ്പട്ട അവൈലബിൾ അല്ല. ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ്. ഈ ഒരു പ്ലെയിൻ ഭാഗത്തേക്കായിട്ട് പാച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് പാച്ചായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ താഴ്ഭാഗം അങ്ങനെ വരും. താഴേക്കൊരു ലേസ് പോലത്തെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇത് സ്ലീവിൻ്റെ പോർഷൻ. സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ കാണുമ്പോൾ ലേസാണെന്ന് തോന്നും, പക്ഷെ അത് ലേസല്ല, പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ബോട്ടത്തിൻ്റെ പീസ്. പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം, കോട്ടൺ മെറ്റീരിയൽ. ഇത് ബാക്ക് പോർഷൻ. അതാണ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത്. പാകിസ്ഥാനിൽ എപ്പോഴും ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ലെങ്ത് ഉണ്ടാവും. സ്ലീവിൻ്റെ പോർഷനാണെങ്കിലും. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്, ദുപ്പട്ടയുടെ എൻഡിലായിട്ട് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ്. ലേസ് പോലെ ഒരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. അത് പ്രിൻ്റ് അല്ല, ശരിക്കും ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തതുപോലെ ഉണ്ട്. ഒരു ചിക്കൻകാരി ത്രെഡ് വർക്കൊക്കെ പോലെ
ത്രെഡാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അതൊരു ത്രെഡ് വർക്കാണ്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട. രണ്ട് സൈഡിലും അതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ. ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ്. ഇതേപോലെ കണ്ടോ, സ്ലീവിൻ്റെ ഒക്കെ എൻഡിലായിട്ട് കുറച്ച് ലൂസിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായിരിക്കും കാണാൻ കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്തത് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു സെറ്റ്. നല്ല പ്യുവർ വൈറ്റ് സെറ്റ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. യോക്ക് ഭാഗത്തേക്കായിട്ട് ഇതേപോലത്തെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് പാച്ചസ് ഒന്നും വന്നിട്ടില്ല. ഫ്രണ്ട് പോർഷനിൽ താഴേക്ക് വരെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇതേപോലത്തെ ബോർഡർ വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കായിട്ട് ഫ്ലോറൽസാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻ്റ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. ഇത് സ്ലീവിൻ്റെ പോർഷനാണ്. ലൈന് പോലെ കാണുന്നത്. ഇത് അതിൻ്റെ എൻഡിൽ, സ്ലീവിൻ്റെ എൻഡിലേക്ക് ഇതേപോലത്തെ റെഡ് കളർ ബോർഡർ. വൈറ്റ് കളറ് ബോട്ടത്തിൻ്റെ പീസ്. ഇത് ഇതിൻ്റെ ദുപ്പട്ട, ഷിഫോൺ ദുപ്പട്ട. ഇതിൽ ഷിഫോൺ ദുപ്പട്ടയും കോട്ടൺ ദുപ്പട്ടയും അവൈലബിൾ ആണ്. ദുപ്പട്ട ഫുള്ളായിട്ടും ആ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിൽ ബോർഡർ വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ കോട്ടൺ ദുപ്പട്ട. ദുപ്പട്ടയിൽ കോട്ടണിൽ ആ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഒന്നുകൂടി ബ്രൈറ്റാണ്. സെയിം പ്രിൻ്റ് തന്നെ, പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് ആ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഇത്തിരി കൂടി ബ്രൈറ്റായിട്ടാണ് വരുന്നത്. ആ റെഡ് കളറൊക്കെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴഞ്ഞെടുക്കുന്ന ദുപ്പട്ട. ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ്. ഇതങ്ങനെ വരും. ഇതേപോലെ എന്തെങ്കിലും ലേസൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്തത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ബേബി പിങ്ക് കളറിൽ ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, പേസ്റ്റൽ പിങ്ക്. ഇതതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയലും ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സെറ്റ്സാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻ്റ്. ഇത് സൈഡിൽ കാണുന്നത് സ്ലീവിൻ്റെ പോർഷൻ. സ്ലീവിൻ്റെ പോർഷനിൽ എൻഡിലേക്കായിട്ട് ഇതേപോലെ ബോർഡർ വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിൽ പ്ലെയിൻ ബോട്ടം. ഇത് ബാക്ക് പോർഷൻ. ഇത് ഇതിൻ്റെ കൂടെ സ്ലീവിൽ കൊടുക്കാനുള്ള പാച്ചാണ്. സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് ഈ ഒരു പാച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊരു കളർഫുൾ പാച്ചല്ലേ വന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ആ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു പാച്ച് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് യോക്ക് ഭാഗത്തേക്കുള്ള പാച്ചാണ്. ഫ്രണ്ടിൽ യോക്ക് ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ്. നല്ല കളർഫുൾ ദുപ്പട്ട, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഷിഫോൺ ദുപ്പട്ട. ഇതിൽ തന്നെ കോട്ടൺ ദുപ്പട്ടയും വരുന്നുണ്ട്, അത് കാണിക്കാം. നല്ല കളർഫുൾ. ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ്. ഇതുപോലെ വൈറ്റ് ലേസോ ടോപ്പിലും കൊടുക്കുക, ദുപ്പട്ടയിലൊക്കെ കൊടുക്കുക. നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് കോട്ടൺ ദുപ്പട്ട. കോട്ടണിൽ വരുമ്പോൾ എപ്പോഴും ആ കളേഴ്സൊക്കെ ഒന്നുകൂടി ബ്രൈറ്റ് ആയിരിക്കും, ഷിഫോൺ പോലെയല്ല.
പിന്നെ സെയിം പ്രിൻറ്റിലാണെങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റാണ് കോട്ടൺ ദുപ്പട്ടയിൽ വരുമ്പോൾ. നല്ല സോഫ്റ്റ് കോട്ടൺ തന്നെ. ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്തത് നേരത്തെ കാണിച്ച അതേപോലത്തെ റീസ്റ്റോക്ക് വന്നൊരു ഐറ്റമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അതൊരുപാട് എൻക്വയറി വന്നൊരു ഐറ്റമാണ്. പക്ഷേ ഇതിൽ ഷിഫോൺ ദുപ്പട്ട ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ മുന്നേ ഷിഫോൺ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. യോക്ക് ഭാഗത്തേക്ക് ഇതേപോലത്തെ ഒരു ഗോൾഡനും വൈറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ത്രെഡ് വർക്ക്. താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻറ്റ്. ഇത് സ്ലീവിൻ്റെ പോർഷൻ. ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ്, പ്ലെയിൻ ബ്ലാക്ക് കളർ. അത് ബാക്ക് പോർഷൻ. ബാക്കിൽ ഫുൾ പ്രിൻ്റ് വന്നിട്ട് താഴേക്ക് ബോർഡർ. അത് സ്ലീവിൻ്റെ പോർഷൻ. 47.5 48 ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുവേ. ഇത് സ്ലീവിന് കൊടുക്കാനുള്ള പാച്ചാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ഇത് കോട്ടൺ ദുപ്പട്ട. ഈ ഒരു കളർ ഷെയ്ഡിലാണ് ആ ഒരു സ്ലീവിന് കൊടുക്കാനുള്ള പാച്ച് വന്നിട്ടുള്ളത്. ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ്. ആ പാച്ച് കണ്ടില്ലേ, സ്ലീവിൽ കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക് യു.